ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് ചേഞ്ചിങ്. ഇത് നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബ്രേക്ക് പാഡ് വരുന്നത് അറൗണ്ട് 1500 റേഞ്ചിലാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലുള്ളതല്ല. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ യൂണിക്കോൺ പിന്നെ ഡാഷ് 125 റിയർ ബ്രേക്ക് പാഡാണ്. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു കമ്പനിയാണ്, പക്ഷെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹോണ്ടയും ഹീറോയാണ്. ഹോണ്ടയിൽ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് ടാക്സ് ഉൾപ്പെടെ 726 രൂപ സംതിങ് ആണ്. പിന്നെ അത് ഹീറോയിൽ വരുമ്പോൾ അവർ എത്ര രൂപ വാങ്ങിക്കേണ്ടത്? അറൗണ്ട് 1500 റേഞ്ചിൽ വാങ്ങിക്കേണ്ടത് റിയർ ബ്രേക്ക് പാഡ്. അപ്പം നമ്മൾ ഇത് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് എടുത്തേക്കാം. സംഭവം ലോക്കൽ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചിട്ട് കിട്ടില്ല. നമ്മുടെ ഹോണ്ടയുടെ ജെന്യൂൻ ഷോറൂമിൽ ചെന്ന് സ്പെയർ പാർട്സ് വാങ്ങിക്കണം. ഇത് മാറാനുള്ള എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഇത്രയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അല്ലെങ്കിൽ ആവശ്യം അല്ലെങ്കിൽ ശരി ഭാഗം നെക്സ്റ്റ് ബോൾട്ടിങ് വളരെ സിമ്പിളാണ്. ഷോറൂമിൽ കുറച്ച് 200 രൂപ കൊടുക്കുന്നത് കണ്ടോ ബോൾട്ട്. സത്യം പറഞ്ഞാൽ ബ്രേക്ക് പാഡ് അത്ര തീർന്നിട്ടില്ല കണ്ടോ. ഇത് കണ്ടോ, ഇത് അറൗണ്ട് ഇനി ഒരു 4000 കിലോമീറ്റർ ഓടേണ്ടതാണ്. ഇത് വെട്ടിപ്പോയിട്ടുണ്ട് കണ്ട, അതുകൊണ്ടാണ് ഞാൻ മാറിക്കളയണം. ഞാൻ ഇതിൻ്റെ ബ്രാൻഡിങ് കാണിച്ചത് ഞാൻ വാങ്ങിച്ചതും ഇതും തമ്മിലുള്ള സാമ്യം. ഇതാണ് നമ്മുടെ ഷോറൂമിൽ നിന്ന് പൊട്ടിച്ചത്. റിവ്യൂ എടുക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചത് ബ്രേക്ക് പാഡ് ഉണ്ടോ. ഇത് നമ്മുടെ സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. ഇത് 700 രൂപ, ഇത് 1500 രൂപ. അറൗണ്ട് ഒരു 10,000 കിലോമീറ്റേഴ്സാണ് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാറ്. എന്നാലും അത്യാവശ്യം ഉണ്ട്. പക്ഷേ ഞാൻ ഒരു മാർക്കിംഗ് ഉണ്ട് കണ്ടോ. ഈ മാർക്കിംഗ് വരുമ്പോഴത്തോളം ചേഞ്ച് ചെയ്യണമെന്നാണ്. ഈ മാർക്കിങ്ങിന് വെച്ചാണ് ചേഞ്ച് ചെയ്യാറ്. നമുക്കിത് നോക്കാം, സെയിം എടുക്കാം. അതെ നോക്കിയോ, നമ്മുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് വരുന്നത് ഇത് നമ്മൾ ഹോണ്ടയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തെങ്കിലും വ്യത്യാസം എന്ന് നിങ്ങൾ നോക്കി പറയുമോ? ഉണ്ടോ, രണ്ടും നിഫിൻ്റെ തന്നെയാണ്. T32 T32 H4 H4 സീരിയൽ നമ്പർ ഒരു NKX19EE NKF19EE. പിന്നെ ഇത് KSP ഒരു വ്യത്യാസമില്ല. സെയിം സാധനം, സെയിം ക്വാളിറ്റി, എല്ലാം സെയിം. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് പാഡ് ഇച്ചിരി സ്മൂത്താണ് കണ്ട. നമ്മൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റഫ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ബൈറ്റിംഗ് ഒക്കെ പുതിയതായതുകൊണ്ടേ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് സാൻഡ് പേപ്പറിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ചവിട്ടുമ്പോൾ ഒരു ബ്രേക്കിനൊരു ടൈറ്റ് കണ്ട് ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സഡനായിട്ടൊരു ബൈറ്റ് ഫീൽ ചെയ്യും ബ്രേക്ക് പാഡിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാനിത് പൊതുവേ ചെയ്യാറുള്ളതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കിത് വരച്ചിട്ട് വന്നിട്ട് കാണാം എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്. നമ്മുടെ ആംഗിള് ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം ഇതുണ്ടോ
നമ്മുടെ പിസ്റ്റണാണ്. ഈ പിസ്റ്റൺ നമ്മൾ എന്തെങ്കിലും വെച്ച് അകത്തേക്ക് തള്ളണം. ഞാൻ ഓൾറെഡി തള്ളി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ വെച്ചത് ഇങ്ങനെ തള്ളി കൊടുത്തതിന് പിസ്റ്റൺ അകത്തേക്ക് പോകും. ഓക്കെ, പിസ്റ്റൺ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ബ്രേക്ക് പാഡ് നമ്മുടെ ഇത് സൈഡ് മാറിപ്പോരുത്. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ളതിന് ഇങ്ങനെ ഒരു പ്ലേറ്റിംഗ് ഉണ്ട്. ഈ പ്ലേറ്റിംഗ് ഇട്ടില്ല എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ജെർക്കിങ് ഫീൽ ചെയ്യും ബ്രേക്ക് കുടിക്കുമ്പോൾ. ആ പ്രാവശ്യം മാറ്റി കളഞ്ഞിട്ടുണ്ട്. അതിനെ ക്ലീൻ ചെയ്യാൻ അയച്ചപ്പോൾ തിരിച്ചിട്ടപ്പോൾ ഞാൻ ഇത് എന്തിനാണെന്ന് വിചാരിച്ചാണ് മാറി കളഞ്ഞത്. അപ്പോൾ എനിക്കെന്ത് ബ്രേക്കിംഗ് ഒരു ലൂസ് ഫീൽ ചെയ്യണം. മേ ബി അതിനായിരിക്കും. എനിക്ക് ആധികാരികമായി ഇതിനെപ്പറ്റി പറയാമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ബ്രേക്ക് പാഡ്. ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യാൻ വളരെ വളരെ സിമ്പിളാണ്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിപ്പിടിക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക. അപ്പം അപ്പുറം ലോക്കുണ്ട്, ആ ലോക്കുമ്പോൾ ഒന്നൊരു വീഴണം. ഇപ്പുറത്തെ ലോക്കുമ്പോൾ വന്നത് വീഴണം. ഉണ്ടോ? ഇവിടെ വന്ന് കയറിയേക്കണുണ്ടോ? കാണാൻ പറ്റണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റ് പൂരി പോകുന്നാലും ഡയറക്റ്റിന് കയറ്റിയിട്ടാൽ മതി, അല്ലെങ്കിൽ ഈ പ്ലേറ്റ് പോകുന്ന ഇങ്ങനെ തട്ടി നിൽക്കും. പ്ലേറ്റ് ചിറക്കി ഇവിടെ ഈ ഒരു 90 ഡിഗ്രി പ്ലേറ്റ് അകത്തേക്ക് ഇരിക്കണം. അപ്പോൾ പ്ലേറ്റ് അവിടെ ഇറക്കിയിട്ടിട്ട് ആ പ്ലേറ്റിൻ്റെ അവിടെ ടച്ച് ചെയ്യണ രീതിയിൽ വെച്ചാൽ മതി. പിന്നെ ഇതൊക്കെ ഊരി പോകുന്നാലും പേടിക്കാനൊന്നുമില്ല. എന്നാൽ ജസ്റ്റ് ഇങ്ങനെ ഊരി എടുത്താലും കുറച്ച് കയറ്റിയിടാവുന്നുള്ളൂ. ഈ പ്ലേറ്റ് ഉണ്ടോ ലോക്കാക്കി ഇങ്ങനെ കയറ്റിയിടാവുന്നുള്ളൂ. അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഫസ്റ്റൊക്കെ ഞാൻ ഊരിപ്പോൾ ഇതുപോലെ ലോക്ക് ഇങ്ങനെ ഊരി പോന്നിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം വെച്ച് കൊടുത്താൽ മതി. ബ്രേക്ക് പാഡ് ഇട്ട് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് ആയിക്കോളും. പിന്നെ ഈ സൈഡിലുള്ള ബ്രേക്ക് പാഡ് അതും അതേപോലെ തന്നെ ഫിനിഷ്ഡ്. വെരി സിമ്പിൾ. എന്നിട്ട് ഈ ലോക്ക് മിക്കവർക്കും ഡൗട്ട് വരുന്നതാണ്, ഇതെന്താ സംഭവം, ഇത് ഇട്ട് കഴിഞ്ഞാൽ ടെൻഷൻ പിടിച്ചതാണോ? ഒന്നുമില്ല. അതേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴ്ത്താം, എന്നിട്ടതേ ഇതകത്തേക്ക് കയറി ഈ ലോക്ക് അതിൻ്റെ ഉള്ളിലാവണം, അത്രേ ഉള്ളൂ. പുറത്ത് ലോക്കാവാം. എന്നുവെച്ചാൽ ഈ ബ്രേക്ക് ഇങ്ങനൊരു സ്റ്റഡിയായിട്ട് തള്ളിയിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമാണിത്. ഉണ്ടോ? ഒരു സ്പ്രിങ് ആക്ഷൻ കിട്ടാൻ. നമ്മുടെ ബോൾട്ട് അവിടെ വെച്ചത് നമ്മൾ ഓക്കെ. എന്നിട്ട് ഈ ബോൾട്ട് ഇതിൽ കയറ്റിയിടാം. എന്നിട്ട് അപ്പുറം ചെല്ലുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഈ സൈഡ് കുക്ക് ചെയ്യലോ നോക്കിയേക്കണം കേട്ടോ. രണ്ടെണ്ണം വന്ന് ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് ഓവർ ടൈറ്റ് ഒന്നും ചെയ്യണ്ട, മാക്സിമം ഒരു ടൈറ്റ് ഇട്ടേക്കാം. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിൽ നമ്മൾ മലയാളിയാണല്ലോ, ആ ഒരു സമാധാനത്തിലും ടൈറ്റ് ചെയ്ത് നോക്കും. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാൻ തന്നെ വെള്ളം കുടിക്കും. അതൊന്നും ഷോറൂമിൽ കൊടുത്ത് ചെയ്യാറില്ല പൊതുവെ, ഒന്നാമത് നഷ്ടമാണ്. ഓക്കെ, ഇത് ഇളക്കി വെക്കാം. ഇതാണ് ഈ ബ്രേക്ക് പാഡിൻ്റെ കറക്റ്റ് സെറ്റിംഗ് ആവുന്നതാണ്. കണ്ടോ, ഈ പ്ലേ എപ്പോഴും വേണം. ബ്രേക്ക് പാഡ് സെറ്റിങ് കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. ഈ പ്ലേ ആണ് ഞാൻ പറഞ്ഞത്. ഇതുണ്ടോ? ഓക്കെ ആണ്. നമ്മൾ ബ്രേക്ക് പാഡ് കഴിഞ്ഞില്ലേ, ഇത് വേണമെങ്കിൽ നമുക്കിത് ഒന്നിങ്ങനെ ചവിട്ടി നോക്കാം. 2 പ്രാവശ്യം കാണിക്കുമ്പോൾ പമ്പായിക്കോളും. ഫ്ലൂയിഡൊക്കെ ഫില്ലാണ്. എവരിത്തിങ് ഫൈൻ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ പരിപാടി കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം.
പിന്നെ ബേപ്പർ മാറിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റേതായ ഒരു ഉണ്ടാവും. ടയർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പൊക്കി നിർത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് കറക്റ്റ് ന്യൂട്രലല്ലേ. ന്യൂട്രായി. ഇതെന്ത് കറക്കി നോക്കാം. ടയർ എങ്ങും പിടിക്കല്ല. ടയർ അത്ര ഫ്രീ ഉണ്ടാവില്ല, ചെയിനുള്ളതുകൊണ്ട്. ഫ്രണ്ട് ടയർ പോലെ ഫ്രീ ആയിട്ട് ഇറങ്ങില്ല, പക്ഷെ നമുക്ക് പിടിക്കേണ്ടത് മനസ്സിലാവും. ബ്രേക്ക് പാഡ് കയറി പൊതുവെ അങ്ങനെ പിടിക്കാൻ ചാൻസ് ഇല്ല. ഈ ക്ലാമ്പ് എന്തെങ്കിലും ബെൻഡായാലോ ബാക്കിലെ ക്ലാമ്പ് കറക്റ്റായിട്ട് കണ്ട ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞ 90 ഡിഗ്രി ഷേപ്പ് ചെയ്തിരിക്കുന്നത്. കറക്റ്റാ ലോക്കിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ 2 ബ്രേക്ക് പാഡാണ്ട് കയറ്റിയിടാം. കണ്ടില്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പരിപാടി കഴിഞ്ഞില്ലേ, ഇത്രേ ഉള്ളൂ. വെറുതെ കാശ് കൊടുത്ത് ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്ത് എന്തിനതൊക്കെ ചെയ്യണം. ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡിന് 1500. നമ്മൾ ഈ ഹോണ്ടയുടെ ബ്രേക്ക് പാഡ് കൊണ്ട് ഷോറൂമിലേക്കൊന്നും അവന്മാർ മാറിത്തരില്ല. അവിടെ ഉള്ള ലോക്കൽ വെച്ച് മാറിത്തരില്ല. ഹോണ്ടയുടെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടേ കൊടുത്താൽ അവന്മാർ മാറിത്തരില്ല. നമ്മൾ സ്വന്തം മാറാൻ എല്ലായിടത്തൊന്നും അറിയില്ലട്ടെ. ഞങ്ങളുടെ അടുത്തുള്ള വിൽക്കൊടുത്ത് ഞാൻ ചെന്നപ്പോൾ മാറിത്തരലുണ്ടായില്ല. അവർ വേറെ ഇതിൻ്റെ പാർട്സൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോളി. പരിചയക്കാരൻ്റെ ചെയ്ത് തരും, അത് വേറെ കേസ്. എന്നാലും കൊടുക്കേണ്ട 200 രൂപ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.